ഹലോ, എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഞാനൊരു 3-3:30 മിനിറ്റ് ഞാൻ ചുരുക്കി കാണിക്കുകയാണേ. രാവിലെ തന്നെ ഞാനപ്പൻ എണീറ്റ് പല്ലേപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഉണ്ട കൊടുത്തു. ഇവിടെ നമുക്ക് ഉണ്ടെന്ന് പറയണം, അരി ഉണ്ട ഉണ്ടാക്കി ഞാൻ അവൾക്കത് കൊടുത്തു. അവൾക്ക് കൊടുക്കണം ഭയങ്കര പാടുള്ള പണി അവിടെ കൊടുത്ത്. പിന്നെ ഞാനും കഴിച്ചു, എനിക്കും കൂടെ ഉള്ള എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓടി വന്നൊന്ന് കിടന്നു. എനിക്ക് ഭയങ്കര തലകറക്കം പോലെ തോന്നിയപ്പോഴത്തേക്കും ഞാൻ വന്നൊന്ന് കിടന്നായിരുന്നു. എനിക്കൊരു രക്ഷയില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് കുളിച്ചു. കുറച്ച് നേരം കിടന്നതിന് ശേഷം പോയി കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കും ചേട്ടൻ വരുമല്ലോ. അപ്പം അമ്മ ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ വരും, ബ്രദർ വരും, പിന്നെ അപ്പനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ തക്കാളി മെഴുക്ക് വറ്റാനും എന്ന് വിചാരിച്ചു. അപ്പോൾ തക്കാളി മെഴുക്ക് വറ്റാൻ വേണ്ടിയിട്ട് തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുക. തക്കാളിയും സവാള അരിഞ്ഞ് അടുപ്പത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂട്ടത്തിൽ തക്കാളി കറിയും കൂടെ വെച്ചു. മൊത്തം തക്കാളി മയാന്നേ. പിന്നെ മുട്ടയും പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ തക്കാളി മെഴുക്ക് വറ്റിക്കുള്ളത് അടുപ്പത്തോട്ട് വെച്ചു. എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പുറകെ തന്നെ ചോറ് വെക്കുന്നുണ്ട്. ചോറ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മ രാവിലെ തന്നെ നമ്മുടെ ജയാരിയില്ലേ, വലിയ അരി, അത് അമ്മ ഇട്ട് വെച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ആ അരി ഇഷ്ടമല്ല എന്ന് വെച്ചാൽ കഴിക്കും. പക്ഷേ പുള്ളിക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ ഈ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന അരിയില്ലേ, നീളനരി, അതാണ് കൂടുതലിഷ്ടം. അപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഉച്ചയ്ക്ക് മീനൊന്നും ഇല്ലാത്തതല്ലേ, മീൻ കിട്ടാഞ്ഞുണ്ട്. അപ്പം മീനില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് ഫുഡ് കുറച്ച് കഴിക്കുള്ളൂ ജയാരിയാണെങ്കിൽ. അപ്പം ഞാൻ ഓർത്തു റേഷൻ അരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇച്ചിരി കൂടുതൽ കഴിക്കുമല്ലോ എന്ന് ഓർത്തോളം ഞാൻ നേരെ റേഷൻ അരി ഇട്ടു. ഇതൊരു 12:30 ടൈമിലാണ് നടക്കുന്നത്. രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് 12 മണി ടൈമിലാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കുരുപ്പ് ഓടി നടക്കണമല്ലേ, എനിക്ക് പണി തന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഈ സവാളയും തക്കാളിയും കൂടെ നല്ലപോലെ ഇളക്കിയിട്ടു. ആ കൊടുത്ത് തന്നെ ഞാൻ തക്കാളി കറിക്കുള്ളത്, അത് നമ്മൾ തേങ്ങ അരച്ച് വെക്കത്തില്ലേ, അതൊക്കെ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ചോറും വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മുട്ട വറുക്കാൻ വിചാരിച്ചു. ഏറ്റവും അവസാനം മുട്ട വറുക്കുന്നത്. അപ്പം മുട്ട വറുക്കാൻ വേണ്ടിയിട്ട് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് മുട്ട വറുത്തതിനകത്ത് ഇങ്ങനെ പച്ചമുളക് ഇടണം. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ പച്ചമുളക് അമ്മ വെച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി 2 പറിച്ചു. 2 പറയാം, നല്ല എരിവുള്ള അത് ഞാൻ തക്കാളിക്കറിക്കകത്തും ഇട്ടു. അതിന് ഞാൻ മുട്ട വറുത്തതിനകത്തും എടുത്തു. അപ്പോൾ പുള്ളിക്ക് മുട്ട വറുത്തതിനകത്ത് എന്തായാലും പച്ചമുളക് വേണം, അല്ലെങ്കിൽ മുളക് പൊടി ഇടണം, അത് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഞാനെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പം മുട്ടയൊക്കെ നേരെ പൊരിക്കാൻ വേണ്ടിയിട്ടെല്ലാം എടുത്ത് വെച്ചു. കാരണം ചോറിന് മാറിയിട്ട് വേണമല്ലോ സ്റ്റൗവിലോട്ട് വേറെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് മുട്ടയ്ക്കുള്ള എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും തക്കാളിക്കറി റെഡിയാക്കിയിട്ട് അങ്ങോട്ട് മാറ്റില്ലെന്ന് ഓർത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുത്തി വരുന്നത് തക്കാളി മേടിക്കാൻ വേണ്ടിയിട്ട്. തക്കാളി തക്കാളി കാര്യമാണ്, തക്കാളി എന്ന് പറഞ്ഞ് നടക്കും. ഞാൻ പിന്നെ 2 കൊടുത്തിട്ട് ഓടിച്ചു വിട്ടിരിക്കുക. അപ്പോൾ അപ്പൻ്റെ അടുത്തേക്കാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ച് നേരം റെഡിയാക്കിയാണ്. അപ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചരിച്ചാണ് കണ്ടത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കിയാലും ചേട്ടാ ഫുഡ് കഴിച്ചു, അതൊന്നും എടുക്കാൻ പറ്റില്ല, തിരുതിയിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കും ഞാനും ഫുഡ് കഴിച്ച പാത്രത്തിൽ തന്നെ. ഇപ്പോഴത്തേക്ക് ഇച്ചിരി ഇതുണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു. അത് ഞാൻ മുളകും കൂട്ടി കഴിച്ചപ്പോഴത്തേക്കും കഴിച്ചപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് മീനുണ്ടാകുന്ന നോക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ലോകം മൊത്തം ഓടി കഴിച്ച്. ചേർത്തലേ പോയി, അത് കഴിഞ്ഞ് കാണിച്ചോളങ്ങരെ അപ്പുറം വഴി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് എന്നെ കലവൂര് കൊണ്ടുപോയി കൃപാസനം കഴിഞ്ഞ് വരെ പോയി കഴിച്ച്. ഞങ്ങളുടെ അവിടെ നിന്ന് എന്തോരം ദൂരമുണ്ടെന്നറിയാം, കലവൂരാണ് കൃപാസനം, ഞങ്ങളുടെ സ്ഥലം കഞ്ഞിക്കുഴിയാണ്. അവിടെ നേരെ വന്ന് മുട്ടക്കടയിൽ വന്ന് മുട്ടയും മേടിച്ചൊരു പൂരി, നാളത്തേക്കുള്ളൊരു പൂരിയും മേടിച്ച് വന്നപ്പോഴേക്കും അവിടെ കളിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.